മെനക്കെട്ട പരിപാടിയില്ല. ട്രസ്റ്റ് ദി പ്രോസസ് ഗൈസ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ്. ഹേ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കും എന്നെ അറിയത്തില്ലായിരിക്കും. ബിക്കോസ് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് 9 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് വിജയ എന്നാണ്. എനിക്ക് 24 വയസ്സായി. എൻ്റെ പ്ലേസ് കൊല്ലമാണ്. കൊല്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പച്ച കേസായിരിക്കും എൻ്റെ ഓർമ്മ വരുന്നത്. പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും കേട്ടോ. ഞങ്ങൾ ഭയങ്കര പ്യുവർ ഹാർട്ടുള്ള മനുഷ്യന്മാരാണ് കൊല്ലത്തുള്ളത്. അതേപോലെയാണ് ഞാൻ കേട്ടോ. ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് 9 ദിവസം ആയിട്ടുള്ളൂ. അപ്പം ഞാൻ കുറേ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ബിക്കോസ് എനിക്ക് ലോങ് വീഡിയോ ചെയ്യാനൊന്നും അറിയത്തില്ല. എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ല. എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ കുറേ വീഡിയോ ഒക്കെ ഡെയിലി ഇരുന്ന് കാണും. ഡെയിലി കുറേ വീഡിയോ കാണും. അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, അതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കുത്തി ഇരുന്ന് വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും ധൈര്യം വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാം, ഓക്കെ ഇതൊരു കണ്ടന്റ് ആയിട്ട് എടുത്ത് ഇത് ചെയ്യാം എന്ന് പറഞ്ഞാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മീഷോയിൽ നോക്കിയപ്പോഴത്തേക്കും ജസ്റ്റ് 94 സംതിങ് എന്തോ എനിക്ക് ഇങ്ങനെ വോൾ സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് കുഴപ്പമില്ല. അപ്പം ഞാൻ അപ്പം തന്നെ അതങ്ങ് ഓർഡർ ചെയ്തു. എനിക്ക് സാധനം വന്ന് എനിക്ക് അപ്പം തന്നെ പൊട്ടിച്ച് നോക്കിയിട്ടെങ്കിൽ എനിക്ക് പിന്നെ അങ്ങ് വെപ്പറളാം. പക്ഷേ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കണം, ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ സാധനം പൊട്ടിച്ചില്ല. വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഈ കത്തിരിയും കോലൊക്കെ കൊണ്ടുവന്നിട്ട് കണ്ടിക്കുന്നത് മീൻസ് കട്ട് ചെയ്യുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിങ്ങ് വലിച്ച് പിടിച്ചങ്ങ് പിച്ചിക്കളഞ്ഞാണ്. പിന്നെ ആദ്യത്തെ വീഡിയോ അല്ലേ, അപ്പോൾ ഒരു ഗുമ്മൊക്കെ വേണ്ടേ. സീരിയസ്ലി 94 റുപ്പീസിന് 40 കാർഡ് ഉണ്ട്. 40 കാർഡ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് എക്സ്പ്രഷൻ കിങ്ങിണി. ഞാനൊരു ബ്രൗൺ തീമിലാണ് ഞാൻ കാർഡ് ഓർഡർ ചെയ്തത്. കുറേ കളർ വേരിയേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കുറേ ഉണ്ട്. ഇത് കണ്ടോ, കാണുന്നുണ്ടോ? വോൾ മേക്ക് ഓവർ ഈ ഒരു സംഭവം കണ്ടോ. ഇത് ജസ്റ്റ് 100 റുപ്പീസിനാണ് ഇത്രയും കാർഡ്സും. വിന്റേജ് വൈബ്. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. ഗോൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാവുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഓരോ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഞാനത് എങ്ങനെയെങ്കിലും ബെറ്റർ ആക്കിക്കോളാം. ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അളവെടുത്ത് ഞൊട്ടിക്കാനൊന്നും അറിയത്തില്ല. അവിടെ എവിടെയൊക്കെ ചൊട്ടിക്കാം, ഇതിലത് കത്താകുമായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ ഒരു റോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയും നമുക്ക് പണിയെടുക്കാം. ട്രസ്റ്റ് ദി പ്രോസസ് ഗൈസ്. കഷ്ടപ്പാട് നിങ്ങൾ കാണണം. അതുകൊണ്ട് കാണുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടല്ലോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു പീസും കൂടെ സ്റ്റിക്ക് ചെയ്താൽ മതി. മെനക്കെട്ട പരിപാടിയില്ല. ചെയ്ത് കഴിയുമ്പോൾ സെറ്റ് ആയിരിക്കും. മെനക്കെട്ടാലല്ലേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. കണ്ടോ, സെറ്റല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഫസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതോറും ഓരോ കാര്യം ലേൺ ചെയ്ത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, സപ്പോർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനത്തെ അൾട്രാ പരിപാടിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.